അതേ എന്റെ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ മണം വന്നിട്ടുണ്ടേ, അത് എന്റെ ഖുർആനിന്റെ മണമാണ്. റമളാൻ മാസത്തെ അള്ളാഹു സംവിധാനിച്ചു വെച്ചത് നമുക്ക് വേണ്ടിയാണ്. റമളാനിനെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മുൻകഴിഞ്ഞ റമളാനുകളിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പല മനുഷ്യരും മരണപ്പെട്ടു പോയപ്പോൾ നമ്മളെ അള്ളാഹു വീണ്ടും അവശേഷിപ്പിച്ചെങ്കിൽ, മോനെ നിനക്ക് നന്നാകുവാനുള്ളൊരു വഴി വീണ്ടും നിന്റെ മുന്നിലേക്ക് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, ആ വഴിയെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹു വീണ്ടും വീണ്ടും റമളാനുകൾ നമ്മിലേക്ക് നൽകിയത്. നമ്മുടെ എത്രയെത്ര കൂട്ടുകാർ, നമ്മുടെ എത്രയെത്ര നാട്ടുകാർ, എത്രയെത്ര ബന്ധുക്കൾ, എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത്. അവിടെയെല്ലാം അള്ളാഹു ഒരു റമളാനുകൾ കൂടി നമുക്ക് നീട്ടി നൽകിയെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്, അള്ളാഹുവിന് എന്നെ വേണം, എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു റമളാൻ കൂടി എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നൽകിയിട്ടുള്ള ഈ തൗഫീഖിനെ മനോഹരമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പരിശുദ്ധ റമളാൻ മാസത്തെ വളരെ മനോഹരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിച്ചു വെക്കേണ്ടത്. പരിശുദ്ധ റമളാൻ മാസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിൽ ഒരുങ്ങി. ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പ്രതിപാദിച്ചല്ലോ, പരിശുദ്ധ റമളാൻ മാസത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലും ഒരുങ്ങിയിട്ടുണ്ട്. ഇദാ ദഖല റമളാനു ഫുതിഹത് അബ്വാബുസ് സമാ, പരിശുദ്ധ റമളാൻ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ആകാശ ലോകത്തെ കവാടങ്ങൾ തുറക്കുന്നു. മറ്റൊരു റിവായത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടം അള്ളാഹു കൊട്ടിയടക്കപ്പെടുന്നു. ഈ മാസത്തിൽ എൻ്റെ അടിമകൾ എന്നോട് മഗ്ഫിറത്ത് ചോദിക്കട്ടെ, എൻ്റെ അടിമകൾ എന്നോട് മഗ്ഫിറത്ത് ചോദിക്കട്ടെ, അവർക്ക് നൽകാൻ ഞാൻ തയ്യാറാണ്, അവരെ നരകത്തിലേക്ക് ഇടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അർത്ഥമാക്കുന്നത്. വസുൽസിലത്തി ശയാത്തീൻ, എല്ലാ സമയത്തും നിന്റെ അടിമകളെ പിഴപ്പിക്കുന്നത് ശൈത്വാനാണെങ്കിൽ ആ ശൈത്വാനിനെ വരെ ഞാൻ ഈ മാസത്തിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഇതെല്ലാം എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ മാസത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഒരുക്കങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഓരോ രൂപത്തിലുള്ള ക്രമീകരണങ്ങളാണ്. എന്നാൽ നമ്മളോട് ചോദിക്കാനുള്ളത്, എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്, ഏത് രൂപത്തിലാണ് നമ്മൾ ഒരുങ്ങിയത്? റജബും ശഅബാനും എങ്ങനെയെല്ലാമോ അവസാനിച്ചു പോയി. ഇനി നമ്മുടെ മുന്നിലുള്ളത് റമളാനാണ്. ആ റമളാനിൽ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ ഖളാ ആയി പോകുന്നു. നമുക്ക് നോമ്പെടുക്കാത്ത അവസ്ഥകൾ വരുന്നു. നമ്മുടെ വളരെ വിലപ്പെട്ട സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടിവരയിട്ട് പറഞ്ഞ എത്രയോ സമയങ്ങൾ നമ്മൾ ഗഫലത്തിലായി പോകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത്താഴത്തിന്റെ സമയം, ഒരു മനുഷ്യന് ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? സുബ്ഹിന് ശേഷമാണോ? അല്ല. മഗ്രിബിന് ശേഷമാണോ? അല്ല. ഒരു മനുഷ്യന് ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് അത്താഴത്തിന്റെ സമയമാണ്. പാതിരാ സമയത്ത് അല്പസമയം ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് എൻ്റെ നാഥനായ ഞാനും എൻ്റെ നാഥനായ റബ്ബും ഞാനും മാത്രമായിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ നയനങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് കരയട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബായിരിക്കുന്ന സമയത്ത്, അല്ലാഹു നമ്മൾ മാത്രമായിരിക്കുന്ന ഒരു സമയത്ത് അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാൻ കഴിയുന്ന കണ്ണുകളാണ് നമുക്ക് വേണ്ടത്. ആ സമയം നമ്മളിൽ നിന്ന് അശ്രദ്ധവാന്മാരായി പോവുകയാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, എല്ലാ നോമ്പുകാരനും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. ഏതാണ് ആ സമയം? അവന്റെ നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറക്കുന്നതിന്റെ അല്പം മുമ്പുള്ള സമയമാണ്. ആ സമയത്തും നമ്മൾ സംസാരങ്ങളിൽ ഏർപ്പെടുന്നു. ആ സമയങ്ങളും നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ വിനിയോഗിക്കുന്നു. ഇങ്ങനെയെല്ലാം അല്ലാഹു തആല സംവിധാനിച്ച സമയങ്ങളെ മുഴുവനും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് 2-3 വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ജുമുഅ പ്രഭാഷണത്തിൽ ഈ വിഷയം ഉസ്താദ് എന്തായാലും പറയണം. പരിശുദ്ധമായ റമളാനിന്റെ പാതിരാത്രികൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ പ്രതിഫലം കിട്ടും എന്ന വിശ്വാസത്തോടുകൂടി തറാവീഹ് നിസ്കരിച്ചാൽ, രാത്രിയിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചാൽ, അല്ലാഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പരിശുദ്ധ
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നേരം ആകാശലോകത്തിൽ നിന്ന് മലക്കുകളെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അതിമഹത്തായ സമയങ്ങളിൽ നമ്മുടെ നാടുകളിലെ കവലകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടുകളിലെ അങ്ങാടിയിൽ ഫുഡ് സ്ട്രീറ്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ, എരിയുള്ളതും പുളിയുള്ളതും പുളിയില്ലാത്തതും എരിയില്ലാത്തതുമായി നമ്മുടെ കമ്പോളങ്ങൾ, നമ്മുടെ അങ്ങാടികൾ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളെ കൊണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചെന്നെത്തുന്നത് പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തിലുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർ തനിച്ചാണോ? അല്ല. അവരുടെ കുട്ടികളെ കൂട്ടി, അവരുടെ ഭാര്യമാരെ കൂട്ടി, അവരുടെ ഉമ്മമാരെ കൂട്ടി, കുടുംബങ്ങളെ കൂട്ടി ഇറങ്ങുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, റമളാനല്ലാത്ത സമയങ്ങളിൽ തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചല്ലോ. പലയിടങ്ങളിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചല്ലോ. പരിശുദ്ധ റമളാനിന്റെ രാത്രി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിരുന്ന രാത്രിയാണ്. മുൻഗാമികളായ മഹത്തുക്കളെല്ലാം ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് കരഞ്ഞിരുന്ന രാത്രിയാണ്. ഈ പരിശുദ്ധമായ രാത്രിയിൽ പോലും നിന്റെ വീട്ടുകാരെ നിന്റെ വീട്ടിലിരുത്തി നിനക്ക് പള്ളിയിലേക്ക് വന്ന് അല്ലെങ്കിൽ നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് നല്ല നല്ല കർമ്മങ്ങളിലേക്ക് നിനക്ക് ചെല്ലാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് മോനെ നന്നാകുവാനുള്ളത് എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വരേണ്ടതില്ലേ? ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. അല്ലാഹുവിന്റെ മുന്നിൽ ഹിസാബിനെ നേരിടേണ്ട ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ആ ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരും സുഹൃതങ്ങളെ കൊണ്ട് കൊയ്തെടുത്ത ഒരു രാത്രി നമ്മൾ മാത്രം അങ്ങാടിയിലൂടെ ചിലവഴിക്കുന്നു. നമ്മൾ മാത്രം ആ രാത്രിയെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കുന്നത്? അള്ളാഹു റഹ്മത്ത് നൽകാൻ സന്നദ്ധനാണ്, മഗ്ഫിറത്ത് നൽകാൻ സന്നദ്ധനാണ്. വേണ്ടത് നല്ലൊരു ജീവിതമാണ്. ആ ജീവിതത്തെ പരിശുദ്ധമായ റമളാനിൽ പോലും അങ്ങാടിയിലൂടെ കൊണ്ടുപോയി ഇറക്കിക്കൊണ്ട് നമ്മൾ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മാറേണ്ടതുണ്ട്. എല്ലാ മാസത്തെയും പോലെയാണ് റമളാനെങ്കിൽ പിന്നെ എന്താണ് റമളാനിന് പ്രത്യേകത? എല്ലാ മാസത്തെയും പോലെയാണ് റമളാനിന് നമ്മൾ ജീവിക്കുന്നെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ റമളാന് കൊണ്ട് ജീവിക്കുന്നത്? എല്ലാ മാസത്തിലും വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ റമളാനിൽ പള്ളിയിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാ മാസവും ഫർള് മാത്രമാണ് നിസ്കരിക്കുന്നതെങ്കിൽ റമളാനിൽ ഫർളിന്റെ മുമ്പും ശേഷവും റവാത്തിബുകൾ നിസ്കരിക്കേണ്ടതുണ്ട്. എല്ലാ മാസവും 5 രൂപയാണ് വെള്ളിയാഴ്ച സദഖ കൊടുക്കുന്നതെങ്കിൽ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ റമളാനിൽ അധികരിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ എല്ലാ മാസത്തെയും പോലെയല്ല നമ്മൾ പരിശുദ്ധമായ റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ വസ്തുക്കൾക്കും സക്കാത്ത് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഇനി റമളാൻ കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കും? നമ്മുടെ നോമ്പിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ നോമ്പിന്റെ പോരായ്മകൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു. അവിടെയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലികുല്ലി ഷൈഇൻ സക്കാത്ത്, എല്ലാ വസ്തുക്കൾക്കും സക്കാത്ത് ഉണ്ട്. വസകാത്തുൽ ജസദി അസ്സൗം, എന്നാൽ നിന്റെ ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് നോമ്പാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്തിനാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? റമളാൻ മാസത്തിൽ നമ്മുടെ നോമ്പിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകുന്നതെങ്കിൽ പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുകൊണ്ട് നമ്മുടെ പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നോമ്പിനെ കൃത്യമായി നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ആ നോമ്പിനെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇദാ കാന യൗമുൽ ഖിയാമത്തി യുഹാസിബുല്ലാഹു അബ്ദഹു ഫയുഅദ്ദി മാ അലൈഹി മിനൽ മലാലിമി മിൻ സായിരി അമലിഹി. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത്, ഹിസാബിന്റെ നേരത്തെ ഒരു മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ തൂക്കി നോക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മറ്റൊരാളോട് ചെയ്ത ഉപദ്രവങ്ങൾ, നമ്മൾ മറ്റൊരാളോട് ചെയ്ത അനീതികൾ, നമ്മുടെ ഇബാദത്തിൽ പറ്റിയ പോരായ്മകൾ, നമ്മൾ ചെയ്ത ഹറാമുകൾ, ഇതെല്ലാം അവിടെ വായിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു വീതിച്ചു കൊടുക്കും. നമ്മൾ ദ്രോഹിച്ചവർക്ക്, നമ്മൾ ഗൈബത്ത് പറഞ്ഞവർക്ക്, നമ്മൾ നമീമത്ത് പറഞ്ഞവർക്ക്, നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ്. ഏതുവരെ? ഹത്താ ലാ യബ്ഖാ ഇല്ല സൗം, എന്നാൽ അവന്റെ പരിശുദ്ധമായ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല വേദിച്ചു കൊടുക്കുകയില്ല. അവന്റെ പരിശുദ്ധമായ നോമ്പിനെ അല്ലാഹു തആല വീതിച്ചു കൊടുക്കുകയില്ല. ഫയതഹമ്മലുല്ലാഹു അസ്സ വജല്ല മാ ബഖിയ അലൈഹി മിനൽ മലാലിമി വയുദ്ഖിലുഹു ബിസ്സൗമിൽ ജന്ന. അങ്ങനെ അവന്റെ നോമ്പ് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അവൻ എങ്ങനെയാണ് അവനെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നത് എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്ന ഒരു കാരണമാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ നോമ്പ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിലുള്ള സക്കാത്താണ്, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹജനങ്ങളോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ആരെ പറ്റിച്ചാലും നമുക്ക് അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. ആരുടെ മുന്നിൽ അഭിനയിച്ചാലും അള്ളാഹുവിന്റെ മുന്നിൽ അഭിനയിക്കാൻ കഴിയില്ലല്ലോ. ജീവിതത്തിൽ നോമ്പ് നോൽക്കാൻ എന്തെങ്കിലും ഒരു ത്വാക്കത്തുണ്ടെങ്കിൽ നോമ്പ് നോൽക്കണേ, നോമ്പ് നോൽക്കണേ. കാരണം അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മുൻഗാമികളായ മഹത്തുക്കൾ മുഴുവനും പഠിപ്പിക്കുന്നതാണ്. നോമ്പ് എന്ന് പറയുന്നത് എനിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, നോമ്പ് എന്ന് പറയുന്നത് എനിക്കാണ്, അതിന് പ്രതിഫലം നൽകുന്നതും ഞാനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, പരിശുദ്ധ റമളാനിലെ നോമ്പിനെ നമ്മൾ കളങ്കപ്പെടുത്തിക്കൂടാ. ഇന്ന് നമ്മൾ പട്ടിണി അനുഭവിക്കുന്നുണ്ടാകാം, നമുക്ക് വിശപ്പുണ്ടാകാം, 12 മണിക്കൂറിലധികം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടാകാം. എന്നാൽ സങ്കടപ്പെടല്ലേ, അതിനെല്ലാം വലിയ പ്രതിഫലത്തെ അല്ലാഹു സംവിധാനിച്ചു വെക്കുന്നുണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും നമുക്ക് വലിയ രൂപത്തിലുള്ള സന്തോഷങ്ങളാണ്, നമുക്ക് വലിയ രൂപത്തിലുള്ള സുഹൃതങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ വിശപ്പിനൊരു മധുരമുണ്ട്, നമ്മുടെ ഇന്നത്തെ പട്ടിണിക്കൊരു മധുരമുണ്ട്, നമ്മുടെ രാത്രിയിലെ തറാവീഹിന് വല്ലാത്തൊരു മധുരമുണ്ട്. എപ്പോഴാണ് ആ മധുരത്തെ നമുക്ക് തിരിച്ചറിയുക എന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ വലത് കൈയിൽ കിതാബ് കൊടുക്കുന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വലത് കൈയിൽ അവർക്ക് കിതാബ് ലഭിക്കുന്ന സമയത്ത് ഫയഖൂലു അവർ പറയും എത്ര സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ അവർ പറയും എത്രേ, ഇതാ നിങ്ങൾ എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ. സന്തോഷത്തോടുകൂടി അവർ മറ്റുള്ളവരോട് പറയുകയാണ്, ഇതാണ് എന്റെ കിതാബ്, ഈ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഈ കിതാബിൽ വലിയ വലിയ സന്തോഷങ്ങളുണ്ട്. എനിക്ക് കിതാബ് ലഭിച്ചതെന്റെ വലത് കൈയിലാണ്, എനിക്ക് കിതാബ് ലഭിച്ചതെന്റെ വലത് കൈയിലാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള വഴി എന്റെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ. ജീവിതകാലത്ത് ഞാൻ ജീവിച്ചത് എല്ലാവരും റമളാനിൽ തോന്നിയതുപോലെ ജീവിച്ചപ്പോൾ, പലരും ട്രെൻഡിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ മാറ്റിമറിച്ചപ്പോൾ, പാതിരാ സമയങ്ങൾ പോലും ഫുഡ് സ്ട്രീറ്റിൽ കൊണ്ടുപോയി സമയത്തെ കളഞ്ഞപ്പോൾ, പള്ളിയിൽ അതേ ജമാഅത്ത് നടക്കുന്ന സമയങ്ങളിൽ അങ്ങാടിയിൽ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കൊണ്ട് സമയത്തെ പോക്കിയപ്പോൾ ഞാൻ ജീവിച്ചത് എങ്ങനെയാണ്? ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ വരാനുള്ളതാണ്, എന്റെ കിതാബുകൾ വായിക്കാനുള്ളതാണ്. എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവുമെല്ലാം ഞാൻ തോന്നിയതുപോലെ ചിലവഴിച്ചെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു എന്നോട് ചോദിക്കും എന്ന ബോധ്യത്തോടുകൂടെയാണ് ഞാൻ ഈ ലോകത്ത് ജീവിച്ചത്. അതുകൊണ്ട് എൻ്റെ ഒരു തറാവീഹിനെ ഞാൻ കളഞ്ഞിട്ടില്ല, എൻ്റെ ഒരു നോമ്പിനെ ഞാൻ കളഞ്ഞിട്ടില്ല. റമളാനിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവനാണ് ഞാൻ. ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ. അങ്ങനെ ഒരു സംതൃപ്തമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഉന്നതമായ ഒരു സ്വർഗത്തോപ്പിലാണ് അവർ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല കേട്ടോ, ഖുതൂഫുഹാ ദാനിയ. ആ സ്വർഗത്തിലുള്ള പഴക്കുലകളെല്ലാം അവരൊന്നിങ്ങനെ കൈയൊന്ന് എത്തിച്ചാൽ എത്തുന്ന രൂപത്തിലാണ്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടതെല്ലാം അവരുടെ കയ്യത്തിന്റെ ദൂരത്ത് അല്ലാഹു സംവിധാനിക്കുകയാണ്. എന്നിട്ട് റബ്ബ് അവരോട് പറയുന്ന ആനന്ദത്തിന്റെ ഒരു വാചകമുണ്ട്, സന്തോഷത്തിന്റെ ഒരു വാചകമുണ്ട്. കുലൂ വശ്റബൂ ഹനീആ.
കുലൂ വശ്റബൂ ഹനീആ, നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷിച്ചോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ കുടിച്ചോളൂ. ഇന്നേ ദിവസത്തിൽ നിങ്ങളുടെ ഭക്ഷണങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല, നിങ്ങൾ ഇന്നതേ കഴിക്കാവൂ എന്ന നിർദ്ദേശങ്ങളില്ല. നിങ്ങളുടെ മനസ്സെപ്പോഴാണോ സന്തോഷമാകുന്നത്, നിങ്ങളുടെ വയറെപ്പോഴാണോ നിറയുന്നത്, നിങ്ങളുടെ കൽബെപ്പോഴാണോ ആത്മസംതൃപ്തിയിലേക്ക് എത്തുന്നത്, ആ സമയം വരെ നിങ്ങൾ കഴിച്ചോ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനു വേണ്ടി പട്ടിണി കിടന്നവരല്ലേ. കഴിഞ്ഞു പോയ നാളുകളിൽ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ നോമ്പനുഷ്ഠിച്ചവരാണ്, ഭക്ഷണത്തെ ഒഴിവാക്കിയവരാണ്, കാല് കടഞ്ഞിട്ടും കൈ കടഞ്ഞിട്ടും മുതുകു വേദനിച്ചും തറാവീഹ് നിസ്കരിച്ചവരാണ്. എന്റെ അടിമകളെ, നിങ്ങളുടെ ജീവിതകാലത്ത് ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുവല്ലോ, 13 മണിക്കൂറിലധികം നിങ്ങൾ നോമ്പനുഷ്ഠിച്ചുവല്ലോ, കണ്ണ് കാണാതിരുന്നിട്ടും സമയമില്ലാതിരുന്നിട്ടും നിങ്ങൾ ഖുർആൻ ഓതിയല്ലോ, എല്ലാവരും എഴുന്നേറ്റ് പോയ നേരത്തും നിങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന് പ്രഭാഷണങ്ങൾ കേട്ടുവല്ലോ. നിങ്ങളുടെ ദുനിയാവിൽ സഹിച്ചവരല്ലേ, ദുനിയാവിൽ നിങ്ങൾ കഷ്ടപ്പെട്ടവരല്ലേ. കുലൂ വശ്റബൂ ഹനീആ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിച്ചോ, ഇഷ്ടമുള്ളതുപോലെ കുടിച്ചോ, ഒരാളും നിങ്ങളെ തടയുകയില്ല. റമളാനിനെ ആദരിച്ചവർക്ക് അല്ലാഹു നൽകുന്ന ആദരവാണ്, റമളാനിനെ പരിഗണിച്ചവർക്ക് അല്ലാഹു നൽകുന്ന പരിഗണനയാണ്. ആ രൂപത്തിൽ നാളെ ആഖിറത്തിൽ നല്ല പോലെ ഭക്ഷണം ലഭിക്കുന്ന, വെള്ളം ലഭിക്കുന്ന, വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന, ശാശ്വതമായ സ്വർഗത്തിൽ ഉന്നതമായ ലോകത്ത് പാറി പാറി കളിക്കുന്ന മനുഷ്യരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. അതിനുള്ള സബബായി ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ വിശപ്പിനെ അതിനുള്ള ഒരു പരിഹാരമായി, മാർഗമായി നീ സ്വീകരിക്കണം അല്ലാ. ചെറിയൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നോമ്പുകാരൻ അല്ലാഹു നൽകുന്ന പരിശുദ്ധി എത്രയാണ്. നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ടല്ലോ, നമ്മളൊക്കെ ഇന്ന് ദുർഗന്ധമാണ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഇന്ന ഖുലൂഫ ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന മണം, ആ മണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധത്തെക്കാൾ, മിസ്കിനേക്കാൾ വലിയ സുഗന്ധമാണ്. ഒരു പക്ഷെ മനുഷ്യർക്ക് ആ മണം ഇഷ്ടമില്ലാതിരിക്കാം, നമുക്ക് തന്നെ ആ ഒരു മണത്തെ നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നേക്കാം. പക്ഷെ ലാകിന്നഹാ ത്വയ്യിബതൻ ഇൻദല്ലാഹി വമലായികതിഹി, അല്ലാഹുവിന്റെ അടുക്കൽ മലക്കുകളുടെ സന്നിധിയിൽ ആ മണം എന്ന് പറയുന്നത് മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള മണമാണ്. എന്തേ കാര്യമെന്നറിയുമോ? എങ്ങനെയാണ് ആ മണം വന്നത്? അവൻ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടാണ്, അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാവിനെ, ശരീരത്തെ കൺട്രോൾ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ മണത്തിന് വലിയ വലിയ പ്രത്യേകതയുണ്ട്. ആ നോമ്പുകാരന്റെ വായിൽ നിന്ന് വമിക്കുന്ന മണമുണ്ടല്ലോ, അത് വലിയ സുഗന്ധമായി നമ്മുടെ ഖബറിൽ ഇങ്ങനെ ഭവിക്കുന്നതാണ്. നമ്മുടെ പള്ളിക്കാട്ടിൽ എത്ര ഖബറുകളാണ്, ആ ഖബറുകളിൽ എത്ര ഖബറുകളിലാണ് ഈ ഒരു സുഗന്ധമുണ്ടാകുന്നത്. അതേ സുഗന്ധം അടിച്ചു വീശുന്ന ചില ഖബറുകളുണ്ടേ. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഖാലിബ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ? ജീവിതകാലത്ത് ധാരാളം നിസ്കരിച്ചവരാണ്, ധാരാളം നോമ്പനുഷ്ഠിച്ചവരാണ്. തറാവീഹ് നിസ്കരിച്ചു, രാത്രിയിൽ നിസ്കരിച്ചു, റമളാനിൽ നോമ്പനുഷ്ഠിച്ചു, റമളാൻ അല്ലാത്തപ്പോഴും നോമ്പനുഷ്ഠിച്ചു. ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, ഇതെല്ലാം കൊണ്ട് സമ്പന്നനാക്കിയ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഖാലിബ് റളിയല്ലാഹു അൻഹു. മരണപ്പെട്ടപ്പോൾ ഫഇന്നഹു ഫാഹ മിൻ തുറാബി ഖബരിഹി റായിഹത്തുൽ മിസ്ക്, അദ്ദേഹത്തിന് വേണ്ടി ഖബർ ഇങ്ങനെ കുഴിച്ചപ്പോൾ ആ ഖബറിന്റെ ഉള്ളറയിലേക്കുള്ള മണ്ണിങ്ങനെ മാറ്റി
എന്താണ്? മഹാനവറുകളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന നേരത്ത് കസ്തൂരിയുടെ സുഗന്ധത്തിനാൽ കൂടെയുള്ള ആളുകളെല്ലാവരും അമ്പരന്ന് പോയി. എന്താണ് ഈ മനുഷ്യന്റെ ഖബറിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം വരുന്നത്? അങ്ങനെ ഫറുവിയ ഫിൽ മനാം, ആ മനുഷ്യനെ അബ്ദുല്ലാഹിബ്നു ഗാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിലുള്ള ഒരു മഹാൻ സ്വപ്നം കാണുകയാണ്. ഫസുഇല അൻഹാ, ആ സമയത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഖബറിൽ നിന്ന് കസ്തൂരി വരാനുള്ള കാരണം? നിങ്ങളുടെ ഖബറിന്റെ മണ്ണിൽ നിന്ന് കസ്തൂരിയുടെ മണം വരാനുള്ള കാരണം എന്താണ്? ഫഖാല തിൽക റായിഹതു തിലാവതി വല്ലമ, അതേ എന്റെ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ മണം വന്നിട്ടുണ്ടേ, അത് എന്റെ ഖുർആനിന്റെ മണമാണ്, എന്റെ വിശപ്പിന്റെ എന്റെ ദാഹത്തിന്റെ മണമാണ്, ഞാൻ നോമ്പനുഷ്ഠിച്ചതിന്റെ മണമാണ്, ഞാൻ പരിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ മണമാണ്, ഞാൻ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതിന്റെ മണമാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇത്ഹാഫ് അഹ്ലുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാൻ എന്ന് പറയുന്നത് നമുക്ക് സമ്പാദിക്കാനുള്ള മാസമാണ്. നമ്മുടെ ഖബറിൽ നിന്നും നല്ലൊരു സുഗന്ധം വരണ്ടേ, നമ്മുടെ ഖബറിലും കസ്തൂരി വാസനിക്കണ്ടേ. അതുകൊണ്ട് റമളാനിൽ നോമ്പനുഷ്ഠിക്കണേ, തറാവീഹ് നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കണേ, ജമാഅത്തിനെല്ലാം നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരണേ, ധാരാളം സ്വതക്കകൾ ചെയ്യണേ, പാതിരാത്രിയിൽ ഇരുന്നു കൊണ്ട് അറിയുന്ന പോലെ ഖുർആൻ ഓതണേ. ഇനി ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അറിയുന്നത് പോലെ ഫാത്തിഹയോദാം, ഇഖ്ലാസ് ഓതാം, യാസീൻ ഓതാം. അറിയുന്നത് എന്ത് തന്നെ ഓതിയിട്ടും കൽബില് അതേ അബ്ദുല്ലാഹിബ്നു ഗാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് സുഗന്ധം വന്നതുപോലെ എന്റെ ഖബറിൽ നിന്നും സുഗന്ധം തരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് റമളാനിനെ ഉപയോഗപ്പെടുത്തണേ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം അല്ലാ. എത്രയോ റമളാൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി റബ്ബേ. പറയാൻ മാത്രമുള്ള അമലില്ല, നിസ്കാരങ്ങളില്ല, നോമ്പുകളില്ല, ദിക്റുകളില്ല, സ്വതഖകളില്ല, സകാത്തുകളില്ല. അല്ലാ അല്ലാ, അടുത്ത റമളാനിന് ഒരു പക്ഷെ ഞങ്ങൾ ഖബറിലായിരിക്കാമല്ലോ റഹ്മാനെ. അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഈ റമളാനിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. അതിന് ഞങ്ങളുടെ ഖൽബ് പാകപ്പെടുത്തി തരണം അല്ലാ. ഞങ്ങൾ പിടിച്ചാൽ കിട്ടുന്നിടത്തല്ല ഞങ്ങളുടെ മനസ്സുള്ളത്. ഞങ്ങളുടെ മനസ്സിനെ പരിഹരിച്ചുകൊണ്ട് കൺട്രോൾ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ ഓതണം, ഞങ്ങൾക്ക് നിസ്കരിക്കണം, ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ. എന്നിട്ട് ഞങ്ങളുടെ ഖബറിൽ കിടക്കുന്ന നേരത്തെ 2026 റമളാൻ കൊണ്ട് ഞങ്ങളുടെ ഖബർ ഞങ്ങൾക്ക് ആനന്ദമായി എന്ന് ഞങ്ങളുടെ ഖബർ വിളിച്ചു പറയുന്ന ഖബറുകളാക്കി ഞങ്ങളുടെ ഖബറിനെ മാറ്റണം അല്ലാ. അതിനുള്ള നല്ല നല്ല ദിനങ്ങളായി ഇനിയുള്ള ദിനങ്ങളെയെങ്കിലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം അല്ലാ.